ഹലോ, വെൽക്കം ടു സ്കൂളി. സോ നമ്മൾ ഇന്ന് ഡെമോക്രസി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പഞ്ചമി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു കഥ പറയാം. പഞ്ചമി നമുക്ക് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്നതിന് മുന്നേ നമ്മളെ നാട്ടിൽ ജീവിച്ചിരുന്ന നിങ്ങളെപ്പോലെ സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ പഞ്ചമി അന്ന് ലോവർ കാസ്റ്റിൽ ലോവർ കാസ്റ്റ് ബിലോങ് ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു. കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം അന്നും ഇന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് കാസ്റ്റ്? കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റമാണ്. അതായത് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റമാണ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എടുത്തിട്ട് പല കമ്പാർട്ട്മെന്റിലായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആളുകളെ പല കമ്പാർട്ട്മെന്റിലായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന റീസൺ ഒക്കെ ഭയങ്കര ഭയങ്കര ഫൂളിഷ് ആയിട്ടുള്ള റീസൺസ് ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ മുകളിലെ കമ്പാർട്ട്മെന്റിലുള്ള ആളുകൾ എന്ത് ചെയ്യും? താഴത്തെ കമ്പാർട്ട്മെന്റ്സിലുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഓക്കെ, ഈ താഴെയുള്ള കമ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് ഒരു രീതിയിലുള്ള റൈറ്റ്സ് കൊടുക്കില്ല. അവര് ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള കൂലി കൊടുക്കില്ല. അവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഓൺ ചെയ്യാൻ സമ്മതിക്കില്ല. എന്തിനു പറയുന്നു? പബ്ലിക് റോഡിലൂടെ നടക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇത് ഒരു കൈൻഡ് ഓഫ് സ്ലേവറി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആളുകളെ പല കമ്പാർട്ട്മെന്റിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന, ഇപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ കാസ്റ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രം മനസ്സിലായി, ഇതൊരു മോശം സാധനമാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ പഞ്ചമി ലോവർ കാസ്റ്റിൽ ബിലോങ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ പഞ്ചമിക്ക് സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് സ്കൂളിൽ പോകാനുള്ള റൈറ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളടുത്ത് വന്നിട്ട് പറയണം നിങ്ങൾ ലോവർ കാസ്റ്റിലാണ്, സോ നിങ്ങൾ സ്കൂളിൽ പോകണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് വിഷമാവില്ലേ? അപ്പൊ പഞ്ചമിക്ക് അന്ന് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ലോ വന്നു. എന്താണല്ലോ, എല്ലാ കാസ്റ്റിലുമുള്ള ആളുകൾക്ക് സ്കൂളിൽ പോവാം എന്നുള്ള ഒരു ലോ വന്നു. അപ്പൊ പഞ്ചമിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു പഞ്ചമി സ്കൂളിൽ പോയ സമയത്ത് എന്ത് സംഭവിച്ചു? സ്കൂളൊക്കെ ഓൺ ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞ കമ്പാർട്ട്മെന്റിൽ ഏറ്റവും മുകളിലുള്ള സോ കോൾഡ് ഹയർ കാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, പഞ്ചമി സ്കൂളിൽ പോയപ്പോ അവർ പറഞ്ഞു, ഇല്ല, നിന്നെ ഒന്നും ഇവിടെ ഇരുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചമിക്ക് വിഷമമായിട്ട് പഞ്ചമി തിരിച്ചു വന്നു. അന്ന് അയ്യങ്കാളി എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ റിഫോമർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് അയ്യങ്കാളിയുടെ ചിത്രം. അയ്യങ്കാളി നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. അപ്പൊ അന്ന് അയ്യങ്കാളി എന്ത് പറഞ്ഞു? പഞ്ചമീനെയും കൂട്ടിയിട്ട് അയ്യങ്കാളി സ്കൂളിലേക്ക് പോയിട്ട് ക്ലാസ് റൂമിൽ പഞ്ചമിനി ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പൊ ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കോ? ഈ ഹയർ കാസ്റ്റിലുള്ള ആളുകൾ, നേരത്തെ പഞ്ചമിനെ ക്ലാസ്സിൽ കയറ്റാതിരുന്ന ആളുകൾ എന്ത് ചെയ്തു? പ്രശ്നം ഉണ്ടാക്കി. അവരെന്ത് ചെയ്തു? ഈ സ്കൂളിൽ അങ്ങോട്ട് തീയിട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുട്ടി ലോവർ കാസ്റ്റിൽ എന്ന് പറഞ്ഞിരുന്ന ഒരു കുട്ടി സ്കൂളിൽ വന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞ് അവര് ദേഷ്യം പിടിച്ചിട്ട് അവർ ആ സ്കൂളിൽ നിന്ന് തീയിട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങള് ഈ കുട്ടീനെ സ്കൂളിൽ ഇരുത്തില്ല, അല്ലെങ്കിൽ ഈ ലോവർ കാസ്റ്റിലുള്ള കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കില്ല പറഞ്ഞു. അയ്യങ്കാളി വെറുതെ ഇരിക്കും? അയ്യങ്കാളി എന്ത് പറഞ്ഞു? ഇപ്പൊ ഇവരുടെയൊക്കെ അച്ഛനമ്മമാർ, പാരന്റ്സ് ഈ ഹയർ കാസ്റ്റ്, സോ കോൾഡ് ഹയർ കാസ്റ്റിലുള്ള ആൾക്കാരുടെ ഫീൽഡിലൊക്കെ പണിയെടുത്തിരുന്ന ആൾക്കാരായിരുന്നു. പാടത്ത് കൃഷി ചെയ്തിരുന്ന ഒക്കെ ആൾക്കാരായിരുന്നു. അപ്പൊ ഇവർ ഈ ലാൻഡ് എല്ലാം ഓൺ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ താഴെ കമ്പാർട്ട്മെന്റിലുള്ള ആളുകളെ കൊണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പണിയെടുപ്പിക്കും. പയ്യങ്കാളി എന്ത് പറഞ്ഞു? ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ പാടത്ത് ഇനി ഞങ്ങൾ വന്ന് ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ പ്രശ്നം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. കാരണം എന്താ, ഈ സോ കോൾഡ് ഹയർ കാസ്റ്റ് അല്ലെങ്കിൽ മുകളിലത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർക്ക് ഈ പണിയെടുത്ത് ശീലമില്ല. അവർക്ക് ആൾക്കാരെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിച്ചു മാത്രമേ ശീലമുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് പണിയെടുത്ത് ശീലമല്ല. അപ്പൊ പ്രശ്നമായി. അയ്യങ്കാളി പറഞ്ഞു, ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇനി നിങ്ങളുടെ ഫീൽഡിൽ വന്ന് നിങ്ങളുടെ പാടങ്ങളിൽ വന്നിട്ട് പണിയെടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പ്രശ്നമൊക്കെ ആയിട്ട് അവസാനം എന്ത് സംഭവിച്ചു? പഞ്ചമിനെ പോലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാം എന്നുള്ള നിയമം നിർബന്ധമായിട്ടും വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ആരെങ്കിലും വന്നിട്ട്, ഏതെങ്കിലുമൊക്കെ ഒരു രാജാവ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്,
ഓക്കെ, എന്റെ വീട് കോട്ടയ്ക്കലാണ്. അപ്പൊ കോട്ടയ്ക്കൽ ഒരാൾ വന്നിട്ട് ഞാൻ കോട്ടയ്ക്കലെ രാജാവാണ്, നീ നാളെ തൊട്ട് ഈ വഴിയിലൂടെ നടക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളെടുത്ത് തൊട്ട് പറയാണ് നാളെ തൊട്ട് നീ സ്കൂളിൽ പോകണ്ട, ഞാൻ ഇവിടുത്തെ രാജാവാണ്. അപ്പൊ അന്ന് പഞ്ചമി ഫേസ് ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ആരും ഫേസ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മൾ 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. അതിനുശേഷം 1950 എന്ത് സംഭവിച്ചു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു, അല്ലെ? 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ കൺട്രിയിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള, നമ്മുടെ കൺട്രി റൺ ചെയ്യുന്നത് ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ബേസ് ചെയ്തുകൊണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇവിടെ ഒരു രാജാവിനും റോളില്ല. ഇവിടെ ഒരു ഡെമോക്രസിയാണ് ഉള്ളത്. ആ ഡെമോക്രസിയിൽ എന്താണ്? എല്ലാവരും ഈക്വൽ ആണ് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രിഫൈസ് ഉണ്ട്. ഈ പ്രിഫൈസ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഇൻട്രൊഡക്ഷനിൽ ഒരു ഒരു വാക്യമുണ്ട്, ഒരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് തന്നെ ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സെന്റൻസ് വെച്ചിട്ടാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, എന്താണ് ഈ സെന്റൻസിന് അർത്ഥം? ഇന്ത്യ എന്ന രാജ്യത്തെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി ആരാണ്? അത് ഒരു രാജാവുമല്ല, അത് ഇവിടത്തെ ജനങ്ങളാണ്. പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യ എന്ന രാജ്യത്തിലെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി ആരുടെ കയ്യിലാണ്? അത് ഇവിടുത്തെ സാധാരണ ജനങ്ങളിലാണ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയായിരിക്കും ഈ ജനങ്ങള് സുപ്രീം അതോറിറ്റി ആയിട്ട് നിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇന്ത്യയിൽ എത്ര 140 കോടിയിലധികം ജനങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ജനങ്ങൾ എല്ലാവരും കൂടെ ഒരു വലിയ ഗ്രൗണ്ടിൽ കൂടിച്ചേർന്നിട്ട് ലോ മേക്കിംഗ് ചെയ്യുന്നതാണോ? അവരുടെ കാര്യങ്ങൾ പറയുന്നതാണോ? അല്ലല്ലോ. അല്ല. നിങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ ക്ലാസ് റെപ്രസെന്റേറ്റീവിനെ എലക്ട് ചെയ്യാറില്ലേ? അല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരിക്കും നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ അടുത്തോ ഹെഡ് മാസ്റ്ററിന്റെ അടുത്തോ ഒക്കെ പോകുന്നത്. അല്ലാതെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു 60 ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 30 ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് എല്ലാവരും കൂടെ പോകുന്നില്ല. നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ ആളുകളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ വോട്ട് ചെയ്തിട്ട് എലക്ട് ചെയ്യും. അയാൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മാനേജ്മെന്റിന്റെ അടുത്തോ പ്രിൻസിപ്പളിന്റെ അടുത്തൊക്കെ റെപ്രസെന്റ് ചെയ്യും. ഇതേ സാധനമാണ് നമ്മുടെ രാജ്യത്ത് ഡെമോക്രസിയിലൂടെ നടക്കുന്നത്. ഓക്കെ, സോ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് വന്നത്. ഡെമോസ് എന്ന് പറഞ്ഞ ഒരു വേർഡ്, അതിന്റെ മീനിങ് എന്താണ്? പീപ്പിൾ. പിന്നെ ക്രേറ്റോസ് എന്ന് പറഞ്ഞ മറ്റൊരു വേർഡ്, അതിന്റെ മീനിങ് എന്താണ്? റൂൾ ഓർ പവർ. സോ ഡെമോക്രസിയുടെ മീനിങ് എന്താണ്? റൂൾ ഓഫ് പീപ്പിൾ. ഓക്കെ, സോ ഡെമോക്രസിയുടെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഓഫ് പീപ്പിൾ. ഇത്ര മനസ്സിലായില്ലേ? ഇനി എങ്ങനെയാണ് പീപ്പിൾ റൂൾ ചെയ്യുന്നത്? ഞാൻ നേരത്തെ ക്ലാസ് റെപ്രസെന്റേറ്റീവിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അതുപോലെ ഇന്ത്യയിൽ നമ്മുടെ ഡൽഹിയിൽ നമുക്കൊരു പാർലമെന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ കൺട്രീനൊക്കെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഏരിയയിലുള്ള ആളുകൾ അവരുടെ റെപ്രസെന്റേറ്റീവിനെ, നിങ്ങളുടെ ക്ലാസ് റെപ്രസെന്റേറ്റീവിനെ എലക്ട് ചെയ്യുന്ന പോലെ വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും അതുപോലെ തന്നെ ഡൽഹിയിലുള്ള പാർലമെന്റിലേക്കും ഒക്കെ വിടും. അവരെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഈ എലക്ട് ചെയ്ത എല്ലാവരുടെയും വോയിസ് ആണ് ആ പോയ ആൾക്കാർ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ പോയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് വഴിയാണ് നമ്മുടെ രാജ്യം ഗവേൺ ചെയ്യുന്നത്. ഇവിടെ ലോ മേക്കിംഗ് നടത്തുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താണ്? ഈ ജനങ്ങൾ റെപ്രസെന്റ് ചെയ്ത് അവര് എലക്ട് ചെയ്ത് വിട്ട
അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് വഴിയാണ് എങ്ങനെ ജനങ്ങള് റൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി ഉണ്ടാവുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആ പഞ്ചമിയുടെ കഥ പറഞ്ഞു, അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവിടുത്തെ ഇന്ത്യയിലെ പീപ്പിളിനാണ് ഇവിടുത്തെ സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞു. ആ അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നത് ഡെമോക്രസിയിലൂടെയാണെന്ന് പറഞ്ഞു. നമ്മൾ ക്ലാസ് റൂമിൽ നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ എലക്ട് ചെയ്യുന്ന പോലെ, ക്ലാസ് ലീഡറെ എലക്ട് ചെയ്യുന്ന പോലെ നമ്മൾ നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ 18 വയസ്സ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 18 വയസ്സായ ആളുകളൊക്കെ, അത് കഴിഞ്ഞ ആളുകൾ അവരുടെ റെപ്രസെന്റേറ്റീവിനെ എലക്ട് ചെയ്ത് വിടുന്നു. അവർ ത്രൂ നമ്മുടെ കാര്യങ്ങൾ ഗവേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഇപ്പൊ എലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണല്ലോ ജയിക്കുക. അപ്പൊ ഈ മെജോറിറ്റിയുടെ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒപ്പീനിയൻ മാത്രമാണോ ഡെമോക്രസിയിൽ കേൾക്കുക എന്ന് തോന്നും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ക്ലാസ് റൂം, ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങി. അപ്പോൾ നിങ്ങൾ 100 കുട്ടികളെ ഞാൻ അതിലേക്ക് എടുത്തു. അപ്പൊ അതിൽ 100 കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഒരു 4-5 സ്റ്റെപ്സ് കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളെ കൂടെ ഉണ്ട്. ആ 100-ൽ ഒരാൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. പക്ഷെ ആ കുട്ടിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ആ കുട്ടി വീൽ ചെയറിലാണ്. അവർക്ക് സ്റ്റെപ്പ് കയറാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 99 ആൾക്കാർക്കും സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കുട്ടിക്ക് ഈ ആക്സിഡന്റ് പറ്റിയ കാരണം സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കുട്ടീൻ്റെ അടുത്ത് പറയോ നീ കയറണ്ട, അല്ലെങ്കിൽ ബാക്കിയുള്ള 99 പേരും കയറുന്നുണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ല, നീ കയറണ്ട, നീ ക്ലാസ് കേൾക്കണ്ട എന്ന് പറയോ? ഇല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട്, ഇപ്പൊ ഞാൻ അതിന്റെ ഓണറാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഈ കുട്ടിക്കും കൂടെ ക്ലാസ്സിൽ കയറണം, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു തരണം എന്ന് പറയും. അല്ലേ? ഞാനത് ചെയ്തു തരേണ്ട ആളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? റാമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ കുട്ടിക്ക് ആ വീൽ ചെയർ വഴി ക്ലാസ്സിലേക്ക് കയറാനുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്യും. അല്ലേ? അപ്പോ ഈ 99 ആളുകളെയും മാത്രമല്ല, അതില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പീനിയൻ കൂടി, അല്ലെങ്കിൽ അയാളുടെ കൺസേൺ കൂടി ഞാൻ അപ്പൊ അവിടെ കേട്ടു. അല്ലെ? ഇത് തന്നെയാണ് ഡെമോക്രസിയും ചെയ്യുന്നത്. എന്താണ്? എല്ലാവരുടെയും ഒപ്പീനിയൻ, നിങ്ങൾ മെജോറിറ്റി ആണെങ്കിലും മൈനോറിറ്റി ആണെങ്കിലും, നിങ്ങൾ എല്ലാവരുടെയും ഒപ്പീനിയൻ ഡെമോക്രസിയിൽ വാല്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ ഒപ്പീനിയനും ഡെമോക്രസിയിൽ വാല്യൂ ഉണ്ട്. നിങ്ങൾ മൈനോറിറ്റി ആയി പോയാൽ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷറുകളും നമ്മുടെ ഡെമോക്രസി വഴി നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ ഗവൺമെന്റിന്റെ ഫങ്ഷനിങ്, എലക്ഷൻ, ഇത് മാത്രമാണോ ശരിക്കും ഡെമോക്രസി? അല്ല. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു മെക്കാനിസമോ എലക്ഷൻ നടക്കുന്ന ഒരു മെത്തേഡോ ഒന്നും അല്ല. അതിനപ്പുറത്തേക്ക് വളരെ വൈഡർ ആയിട്ടുള്ള സ്കോപ്പ് ഡെമോക്രസിക്ക് ഉണ്ട്. അതൊരു ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് മുതൽ തുടങ്ങുന്ന ശീലങ്ങൾ, അത് സൊസൈറ്റിയുടെ പല ആംഗിളിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ, ഇതൊക്കെ ഡെമോക്രസിയുടെ ഭാഗമാണ്. ഇപ്പൊ ചില വീടുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ്, അമ്മ മാത്രം അടുക്കളയിൽ കയറുന്നു, അച്ഛൻ അവിടെ ഇരുന്നിട്ട് പത്രം വായിക്കുന്ന സമയത്ത് ചായ എന്ന് പറയും. അപ്പൊ അമ്മ അച്ഛന് ചായ കൊടുക്കുന്നു. അച്ഛൻ ഒരിക്കലും അമ്മയെ ഹെൽപ്പ് ചെയ്യാത്ത വീടുകളുണ്ട്. കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ സ്ത്രീകളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിലൊക്കെ പലരും പല വീടുകളിലും നമ്മൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ആണോ? അല്ല. ഇതൊരിക്കലും ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് അല്ല. നിങ്ങൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് ബേസിസിലാണ്? ഒരു ബേസിസും ഇല്ല. നിങ്ങൾ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ അവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അത് ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കുക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുക. പാരന്റ്സ്, നിങ്ങളുടെ അച്ഛൻ, അമ്മ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ ജോലികൾ ഡിവൈഡ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട ഒരു എക്കോസിസ്റ്റം ആണത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡെമോക്രസി. ആദ്യം പറഞ്ഞത് ഡെമോക്രസി അല്ല, ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് അല്ല. പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആണ് ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ്. അതുപോലെ തന്നെ ചില വീടുകളിൽ ഇപ്പം
ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ള വീടുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്, ആൺകുട്ടിയോട് പറയും നീ പ്ലേറ്റ് ഒന്നും കഴുകണ്ട, നീ കഴിച്ചിട്ട് എണീറ്റ് പോയിക്കോ. എന്നിട്ട് പെൺകുട്ടിയോട് പറയും നീ നിന്റെ പ്ലേറ്റ് കഴുകി കഴുകി വെക്കുക എന്നൊക്കെ പറയും. അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അതൊരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് അല്ല. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ പറയണം എന്താ പറയണ്ടത്, ഇതൊരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് അല്ല, ഡെമോക്രസി അനുസരിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാവരും ഈക്വൽ ആയിട്ടാണ് ഒരു സ്പേസിൽ നിൽക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പറയണം. ഇനി നിങ്ങൾ സ്കൂളിൽ നോക്കൂ, വീട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ ഇടപെടുന്ന എല്ലാ ഏരിയാസിലും ഡെമോക്രസി ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ഭയങ്കര ഭയങ്കര സാഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇത് എന്നെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല, ഞാനിത് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ വിചാരിക്കോ? ഇല്ല, നിങ്ങൾ അയാളടുത്ത് ചോദിക്കും ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും, അല്ലേ? അതൊരു അതൊരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ആണ്, അതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മുടെ ലൈഫിലെ ഒരു 360 ആംഗിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ 360 ഡിഗ്രിയിലും ഡെമോക്രസി ഉണ്ട്, ഡെമോക്രസി ഇടപെടുന്നുണ്ട്. അപ്പൊ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആളുകളായിട്ട് വേണം നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ടറി പോർഷൻ പോലെ നമുക്ക് ഡെമോക്രസിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.